السلام عليكم ورحمة الله. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد أقسام حكم العقل لا محالة من الوجوب ثم الاستحالة ثم الجواز ثالث الأقسام فافهم من احتال لذة الأفهام. أقسام حكم العقل അത് നമ്മളിപ്പോൾ പറഞ്ഞു. ലാ മഹാലത്ത എന്നതിന് രണ്ട് തരം. ഖൗലുഹു ലാ മഹാലത്ത എന്ന് പറഞ്ഞാൽ ലാ തഹവുല എന്നാണ് ഒരർത്ഥം. ഇതിന്റെ അപ്പുറത്തേക്ക് തെറ്റുന്നതിന്റെ ജിൻസേ മൗജൂദല്ല. അല്ലെങ്കിൽ ഇങ്ങനെ അർത്ഥം വെക്കാം, ലംഫിക്കാക്ക അങ്കൗനിഹാ സലാസ. ഈ അഹ്കാമുൽ ഹഖല് മൂന്നാവുന്നതിനെ തൊട്ട് ഒഴിവാവുന്നതില്ല. ഈ മൂന്ന് തന്നെ ആവുള്ളൂ, അതിനപ്പുറം പോകില്ല. ഇനി രണ്ടർത്ഥവും വെക്കാം എന്ന് പറഞ്ഞാൽ യാനി ലാമഹാലത്ത് കൊണ്ട് മുസന്നിഫ് ഉദ്ദേശിക്കുന്ന മാന അന്നഹ സലാസത്തുൻ. ഹുക്കുമുൽ അഖല് എന്ന് പറയുന്നത് മൂന്നേ ഉള്ളൂ, മൂന്നിൽ മുൻഹസറാണ്, മൂന്നിന്റെ അപ്പുറം ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ പറയാം ബുദ്ധിപരമായ സാധ്യതയാണ്. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ബുദ്ധിപരമായ സാധ്യത മൂന്നിൽ മുൻഹസറാണ്. അത് രണ്ടായി ചുരുങ്ങുന്ന പ്രശ്നമില്ല, നാലായി കൂടുന്ന പ്രശ്നമില്ല, മൂന്നിൽ തന്നെ മുൻഹസറാണ്. ലാ അഖല്ല വലാ അക്സറ. മൂന്നെണ്ണം മാത്രമാണ്, അതിൽ കുറയുമില്ല ഏറുമില്ല. ഈ അർത്ഥം വെച്ചത് ലാ തഹവൂല എന്ന അർത്ഥം വെക്കുമ്പോൾ കിട്ടുന്ന മാനയാണ് പറഞ്ഞത്. ഇനി ലംഫിക്കാൻ കൗനിഹാ സലാസ എന്ന രണ്ടാമത്തെ മാന അനുസരിച്ചോ അമാനസാനി ഫൽമാന. അപ്പൊ അതിന്റെ ഉദ്ദേശം അന്നഹ ഈ അഹ്കാമുൽ അഖലിയ ഹിയ ഹാദിഹി, ഇത് മാത്രമാണ്, ബിഐനിഹ ഇത് മാത്രം, ലാ ഗൈറുഹ ഇതല്ലാത്ത വേറൊന്നുമില്ല. ഈ മൂന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ടർത്ഥം വെച്ചാൽ. ഏതാണത്? ഹിയ ഈ അഹ്കാമുകൾ എന്ന് പറയുന്നത് അൽ വുജൂബു, ഒന്ന് വുജൂബാണ്, വുജൂബ് ഒറ്റക്കല്ല. വമാ അത്വഫ അലൈഹി, മുസന്നിഫ് തങ്ങള് അൽ വുജൂബ് മുഖത്ത് ഇത് സുമ്മയുണ്ട്, സുമ്മൽ ഇസ്തിഹാല എന്ന് പറഞ്ഞു, സുമ്മൽ ജവാസു എന്ന് പറഞ്ഞു. ഇതാണ് അഹ്കാമുൽ അഖ്ൽ. എന്താണ് വുജൂബ് എന്ന് പറഞ്ഞാൽ? വഹുവ നമ്മൾ ഫിഖ്ഹിൽ പറയുന്ന, അതുപോലെ ഉസൂലുൽ ഫിഖ്ഹിൽ പറയുന്ന ആ വുജൂബല്ല, അത് എടുത്താൽ കൂലുള്ളതും പിഴച്ച ശിക്ഷയുള്ളതും ആ അർത്ഥമല്ല ഇവിടെ. എന്ന് പറഞ്ഞാൽ അദമു ഖബൂലിൽ ഇന്തിഫാ, ഇല്ലാതിരിക്കാൻ പറ്റാത്തത്, ഉണ്ടായേ തീരൂ, ഉണ്ടായിക്കൊള്ളണം, ഇല്ലാതിരിക്കാൻ സാധ്യമേ അല്ല. അതിനാണ് അഖലിയായ വുജൂബ് എന്ന് പറയുന്നത്. അഖലിയായ വുജൂബായ ഉണ്ടായേ തീരൂ, ഇല്ലാതിരിക്കാൻ പറ്റുകയേ ഇല്ല, അതിനാണ് അഖലിയായ വുജൂബ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തത് സുമ്മൽ ഇസ്തിഹാലത്ത്, വായിക്കേണ്ടത് ബിദ്ദർജീന എന്ന് പറഞ്ഞാൽ ഹംസ ഉച്ചരിക്കാതെ കൂട്ടി വായിക്കുക. സുമ്മൽ ഇസ്തിഹാല, സുമ്മൽ ഇസ്തിഹാല, സുമ്മ അൽ ഇസ്തിഹാലത്തു പറയാൻ പാടില്ല, കൂട്ടിയിട്ട് സുമ്മനെ ലാമുമുക്കാണ് കൂട്ടി സുമ്മൽ ഇസ്തിഹാല ദർജ. എന്തിനാ അങ്ങനെ വായിക്കണില്ല വസിന്? എന്നാലേ അതിന്റെ ആ കാഫിയന്റെ നിയമപ്രകാരം, അറൂദിന്റെ നിയമപ്രകാരം അത് വസിനത്തിട്ടുള്ളൂ. എന്താണത്? വഹിയ ഇസ്തിഹാലത്ത് എന്ന് പറഞ്ഞാൽ അത് ഖബൂലു സുബൂത്തി, ഉണ്ടാവാൻ പറ്റാത്തത്, ഉണ്ടായിക്കൂടാത്തത്, ഒരിക്കലും ഉണ്ടായിക്കൂടാ, ഇല്ലാതിരുന്നു കൊള്ളണം, അത് ഉണ്ടായിക്കൂടാ, ഇല്ലാതിരുന്നു കൊള്ളണം എന്ന അർത്ഥം കിട്ടുന്നതിനാണ് ഇസ്തിഹാലത്ത്, മുസ്തഹീൽ എന്നൊക്കെ പറയാം. സുമ്മൽ ജവാസു, മൂന്നാമത്തേത് ജവാസ്. അത് ഇത് രണ്ടും അല്ലാത്തതാ. എന്നാൽ ഉണ്ടാവൽ നിർബന്ധമില്ല, ഇല്ലാതിരിക്കലും നിർബന്ധമില്ല, ഉണ്ടാവുക ചെയ്യാം, ഇല്ലാതിരിക്കുകയും ചെയ്യാം. അതിനാണ് ജവാസ് എന്ന് പറയുന്നത്. ഇതാണ് ഇപ്പൊ അഖലിയായ വുജൂബ്, മുസ്തഹീൽ, ജായിസ് എന്നതിന്റെ അർത്ഥം. വഹുവ ഈ ജവാസ് എന്നത് സാലിസുൽ അഖ്സാമി, അഹ്കാമുൽ അഖലിന്റെ ഇനങ്ങളിൽപ്പെട്ട മൂന്നാമത്തെ ഇനമാണ് ജവാസ്. എന്താണ്? വഹിയ ജവാസ് എന്ന് പറയുന്ന ഈ മൂന്നാം കിസ്മ എന്താ? ഖബൂലു സുബൂത്തി വല്ലിന്തിഫാ, ഉണ്ടാവുകയും ആവാം, ഇല്ലാതിരിക്കുകയും ആവാം. അഥവാ ഉണ്ടാവലും നെറൂറത്തില്ല, ഇല്ലാതിരിക്കലും നെറൂറത്തില്ല. മുംകിന ഖാസന്റെ മാന മുവാഫിഖായ ജാനിബും നെറൂറത്തില്ല, മുഖാലിഫായ ജാനിബും നെറൂറത്തില്ല എന്ന് പറയുന്ന മുംകിന ഖാസ നമ്മൾ മന്ദിക്ക് പറയുന്നത്. ആ അർത്ഥത്തിനാണ് അഖലിയായ ജവാസ് എന്ന് പറയുന്നത്. മറ്റേത് വുജൂബ് പറഞ്ഞാൽ വുജൂദ് നെറൂറത്തായത്,
മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ അദ്മു ദറൂറത്തായത്, ജവാസ് എന്ന് പറഞ്ഞാൽ മുംകിന ഖാസ. വുജൂദും ദറൂറത്തില്ല, അദ്മും ദറൂറത്തില്ല. ഇതാണ് ഇപ്പം ഈ അഖലിയായ വുജൂബ്, മുസ്തഹീല്, ജവാസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. നമുക്ക് സാധാരണ പരിചയമുള്ള ഫിഖ്ഹിലും അതുപോലെ ഉസൂലുൽ ഫിഖ്ഹിലും ഒന്നും പറയുന്ന വുജൂബും ജവാസും അല്ല എന്നർത്ഥം. വസതത്തളിഹു മആനിഹ, ഈ മൂന്ന് ഖിസ്മുകളുടെയും മാന പിന്നീട് വ്യക്തമാവും. സിയാദത്ത് ഇളാഹിൻ, ഒന്നുകൂടി നല്ലോണം വ്യക്തമാക്കിയിട്ട്, ഫി താരീഫിൽ വാജിബി വൽ മുസ്തഹീലി വൽ ജായിസ്. ഇനി വാജിബ്, അള്ളാഹിന്റെ സിഫത്തുകൾ പറയുമ്പോൾ വാജിബായ സിഫത്ത് എന്ന് പറഞ്ഞാൽ എന്തായി വാജിബ്, മുസ്തഹീലായ സിഫത്ത് എന്ന് പറഞ്ഞാൽ എന്തായി മുസ്തഹീൽ, ജായിസായ സിഫത്ത് എന്ന് പറഞ്ഞാൽ എന്തായി ജായിസ് എന്നതിനെ സംബന്ധിച്ച് വിളിക്കുന്നിടത്ത് ഒന്നുകൂടി വ്യക്തമാക്കും. കരീമത്ത് സുമ്മ, ഇവിടെ ഹിയൽ വുജൂബു സുമ്മൽ ഇസ്തിഹാലത്തു സുമ്മൽ ജവാസ്. ഈ സുമ്മ നമ്മൾ പറയാ വ സുമ്മലി തർതീബി ബിൻഫിസാലി, അങ്ങനെയാണല്ലോ പറഞ്ഞത്. വൽഫാഉ ലിത്തർതീബി ബിത്തിസാലി വ സുമ്മലി തർതീബി ബിൻഫിസാലി. അതിന്റെ ശേഷം കുറെ കഴിഞ്ഞിട്ട് എന്നർത്ഥം, അഥവാ തറാഹിയോട് കൂടി തർത്തീബ് എന്ന അർത്ഥത്തിലാണ് സാധാരണ ഹഖീഖത്തൻ സുമ്മ ഉപയോഗിക്കുക. ഇവിടെ ആ അർത്ഥത്തിനല്ല. ഇവിടെ സുമ്മ ഒഫീസായിരി, ഇനിയും ചിലയിടത്തൊക്കെ വരും. ആ പറയുന്ന സുമ്മ ലി മുജറദി തർത്തീബ് ഫി ദിക്രി, പറച്ചിലുള്ള തർത്തീബ് മാത്രം. അതായത് വതദറുജു ഫി മദാരിജിൽ ഇർത്തിഖായി, ഇങ്ങനെ മേപ്പോട്ട് ഇങ്ങനെ പോകുന്നതിന് പടിപടിയായി പോകുന്നു മാത്രം. ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം പറഞ്ഞു, പിന്നെ തൊട്ടടുത്ത പ്രാധാന്യമുള്ള അതിന്റെ ശേഷം പറഞ്ഞു, പിന്നെ തൊട്ടടുത്ത പ്രാധാന്യമുള്ളത് അതിന്റെ അടുത്ത് എന്ന് പറഞ്ഞ പോലെ. അല്ലാതെ അതിന്റെ ശേഷമാണ് ഇത് എന്നുള്ള അർത്ഥമില്ല. ഇതുപോലെ ലാഖുസിമ സൂറത്ത് കണ്ടിട്ടില്ലേ, ഫലഖത്ത് ഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ എന്ന് പറഞ്ഞ ഫക്കു റഖബത്തിൻ ഔ ഇത്ആമും ഫീ യൗമിൻ ദി മസ്റബ മിസ്കീനൻ ദാ മത്രബ യതീമൻ ദാ മത്രബ ഔ മിസ്കീനൻ ദാ മഖറബ എന്ന് പറഞ്ഞിട്ട് സുമ്മ കാന മിനൽ ലദീന ആമനു. ഇതൊക്കെ കഴിഞ്ഞിട്ട് മുഅ്മിനാകുക എന്നല്ല, മറിച്ച് ഈ അഖബയെ വിട്ടിടക്കുക എന്ന് പറയുന്ന പ്രയാസകരമായ കാര്യം അതിന്റെ പ്രാധാന്യം അനുസരിച്ച് പറഞ്ഞു ആദ്യം. ഇതിന്റെ ഒക്കെ മുമ്പാണ് എന്തുണ്ടാകേണ്ടത്, സുമ്മ കാന മിനൽ ലദീന ആമനു. ആദ്യം ഉണ്ടാകേണ്ടത് ഈമാന. ഈമാൻ ലോഞ്ച് ചെയ്യുന്ന അമലിനെ കൂലിയുള്ളൂ. അപ്പൊ അവിടെ സുമ്മ തർത്തീബനല്ലല്ലോ, ദിക്രിയായ സുമ്മ എന്നാണ് ഇതിന് പറയാം. പലയിടത്തും വരും അങ്ങനെ ദിക്രിയായ സുമ്മ. ഇവിടെ ഈ ദിക്രിയായ സുമ്മന്റെ അവിടെ മാത്തൂഫ് ഇലയിന്റെ അടുക്ക് ഒന്ന് ആദ്യം വന്നു മറ്റേ അതിന്റെ ശേഷം വന്നു എന്ന് പറഞ്ഞ് ഈ തറാഹി പരിഗണിക്കുന്നില്ല. വലാ ബാദിയത ഫി സമനി, അതുപോലെ തന്നെ കാലം കൊണ്ട് പിന്തിയത് എന്നുള്ള അർത്ഥമില്ല. ഈ ഒറ്റ ആയത്ത് നോക്കിയാൽ മതി. ഫക്കു റഖബത്തിൻ ഔ ഇത്ആമുൻ ദീ മസ്റബ എന്ന് പറഞ്ഞിട്ട് യതീമനും ഫഖീറിനും ഭക്ഷണം കൊടുക്കും, എന്നിട്ടാണ് സുമ്മ കാന മിനൽ ലദീന ആമനു. അതിന് ശേഷമല്ലല്ലോ മുഅ്മിനാണ്ടത്. അപ്പൊ സമനിയായ തഅഖുർ അവിടെ മുറാദില്ല, ദിക്രിയായിട്ട് പിന്തി. അത് പറഞ്ഞ് അതിന്റെ പുറമെ പ്രത്യേകിച്ച് ഇതുകൂടി വേണോന്ന് എന്നതിലൊരിയാണ് ഇവിടെ ഫൈൻ കൊടുത്ത. അപ്പൊ ഇനി ഒരു സംശയം ചോദിച്ചു, എന്താണത്? തഖ്സീമുൽ ഹുക്മിൽ അഖലി, അഖലിയായ ഹുക്കുമിനെ വിഹിതം വെച്ചു, ഓഹരി ചെയ്തു. ഇലൽ വുജൂബി വൽ ഇസ്തിഹാലത്തി വൽ ജവാസി, വുജൂബിലേക്കും മുസ്തഹീലിലേക്കും ജവാസിലേക്കും തഖ്സീം ചെയ്തല്ലോ. ഈ തഖ്സീം ലാ യസിഹു അൻ യകൂന മിൻ തഖ്സീമിൽ കുല്ലി ഇലാ അജ്സാഇഹി, കുല്ലിനെ ജുസുകളിലേക്ക് തഖ്സീം ചെയ്യാൻ. ഉദാഹരണം പറഞ്ഞാൽ സെയ്ദ് എന്ന് പറയുന്ന ഒരു കുല്ല്, ആ കുല്ലിനെ കയ്യായിട്ടും കാലായിട്ടും തലയായിട്ടും മോഡലായിട്ടും തഖ്സീം ചെയ്യാം. അപ്പോൾ അതാണ് ഒരു കുല്ലിനെ അജ്സായിലേക്ക് തഖ്സീം. ആ കൂട്ടത്തിലും ഇതിന് എണ്ണാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇത് ലാ യൻഹൽ ഹുക്മുൽ അഖലിയു ഇലൈഹ, ഹുക്മ അഖലി എന്ന് പറയുന്നത് എന്തായിട്ട് മൂന്നായിട്ട് വേറിരിക്കുക. ഇലൽ വുജൂബി വൽ ജവാസി വൽ ഇസ്തിഹാലത്തി. ഹുക്കുമക്കലിന്റെ ജുസ് ആണെങ്കിലല്ലേ ഇപ്പൊ ഒരു സെയ്ദിന് ഓന്റെ തലയായിട്ടും ഉടലായിട്ടും കയ്യും കാലുമായിട്ട് വേറിരിക്കണമെങ്കിൽ ഓന്റെ എന്തായിട്ടാണല്ലോ അത് അജ്സാകളായിട്ടാണല്ലോ. എന്നതുപോലെ ഹുക്കുമക്കലി എന്നതിന്റെ അജ്സാകളല്ല ഉജൂബ്, ഇസ്തിഹാലത്ത്, ജവാസ്. അപ്പൊ കുല്ലിനെ ജുസയിലേക്ക് തഖ്സീം ചെയ്യുന്നതിന് കൂട്ടത്തിലല്ല. എന്നാ പിന്നെ വലാമിൻ തഖ്സീമിൽ കുല്ലി ഇലാ ജുസ്ഇയാത്തിഹി, ഒരു കുല്ലിയിനെ ജുസ്ഇയാത്തിലേക്ക് തഖ്സീം ചെയ്തപ്പെട്ടതാണോ? ഏതുപോലെ ഇൻസാൻ എന്ന് പറയുന്ന ഒരു കുല്ലി, ആ കുല്ലിയിലെ
സെയ്ദ്, അമ്ര, ബക്കർ എന്നതിലേക്ക് തഖ്സീം ചെയ്യുന്നു. അപ്പൊ കുല്ലിയിനെ ജുസ്ഇയിലേക്ക് തഖ്സീം ചെയ്യാം. അതുമല്ല ഇവിടെ. എന്തുകൊണ്ട് അതുമല്ല എന്ന് പറയാൻ കാരണം ലിഅന്നഹു ലാ യസ്ഉ ഹംലുഹു അലാ കുല്ലി മിന്ന. സെയ്ദാവുന്ന ഇൻസാനാവുന്നു, അമ്രാവുന്നത് ഇൻസാനാവുന്നു, ബക്കറാവുന്ന ഇൻസാനാവുന്നു. ഇങ്ങനെ പറയാൻ പറ്റുമല്ലോ. കുല്ലിയിനെ ജുസ്ഇയിലേക്ക് തഖ്സീം ചെയ്താൽ ഈ ജുസ്ഇ കൊണ്ട് കുല്ലിയിനെ ഖബർ അറിയിക്കാൻ പറ്റും. ഈ ജുസ്ഇ കൊണ്ട് കുല്ലിയിനെ ഖബർ അറിയിക്കുക. സെയ്ദാവുന്ന ഇൻസാനാവുന്നു, അമ്രാവുന്നത് ഇൻസാനാവുന്നു, ബക്രാവുന്ന ഇൻസാനാവുന്നു എന്നൊക്കെ ഇവിടെ പറയാൻ പറ്റുമോ? ഹുക്കുമക്കലിയാവുന്നത് വാജിബാവുന്നു, ഹുക്കുമക്കലിയാവുന്നത് മുസ്തഹീലാവുന്നു, ഹുക്കുമക്കലിയാവുന്നത് ജായിസാവുന്നു എന്ന് പറയാൻ പറ്റൂല. അപ്പൊ കുല്ലീനെ ജുസ്ഇയിലേക്ക് തഖ്സീം ചെയ്യുന്നതിനും പെട്ടതല്ല, കുല്ലിനെ ജുസ്ഇലേക്ക് തഖ്സീം ചെയ്യുന്നതിനും പെട്ടതല്ലല്ലോ. പിന്നെ എന്ത് തഖ്സീമാ അത്? ഇത് ലാ ശൈഅ മിന്നാ ബിഹുക്മിൻ അഖലിയ്യിൻ. ഇത് ഓരോന്നും വേറെ വേറെ നോക്കുമ്പം അതാണ് ഹുക്ം അഖലി എന്ന് അംരി ചെയ്യാൻ പറ്റൂല. ഹുക്ം അഖലിയാവുന്ന വുജൂബാണ്, സെയ്ദാവുന്നത് ഇൻസാൻ. വുജൂബാവുന്ന ഹുക്ം അഖലിയാണ്, സെയ്ദാവുന്ന ഇൻസാനാണ് എന്ന് പറയും പോലെ ഹുക്ം ചെയ്യാൻ പറ്റൂല. ലിമാ മറ മിൻ തഫ്സീരിൽ ഹുക്മി. ഹുക്മിന് നമ്മൾ പറഞ്ഞല്ലോ, ഇസ്ബാതു അംരിൻ ലിഅംരിൻ ഔ നഫീഹു അൻഹു എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അഖലിയ ഹുക്മ എന്നത് കൊണ്ടിട്ട് ഖബർ അറിയിക്കാനും പറ്റൂല. അപ്പൊ രണ്ടും പെട്ടതുമല്ല. വലാസിലു അകത്തുക പറഞ്ഞ ഈ വാജിബ്, മുസ്തഹീല്, ജവാസ് എന്നത് അഖ്സാമുൻ ലിൽ ഹുക്മി, ഹുക്കുമിന്റെ ഖിസ്മാണ് എന്ന് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? ലിഅന്നൽ ഹുക്മ, ഹുക്മ് എന്ന് പറയുന്നത് രണ്ട് അഭിപ്രായമുണ്ട്. ഹുക്മ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മന്തിഖിൽ രണ്ട് മദ്ഹബ. ഇത് ഫീലാണോ ഇൻഫിയാലാണോ എന്ന് ഒരു ചർച്ച ഓർമ്മ ഉണ്ടാവും. മന്തിഖോദികൾക്ക് ഓർമ്മ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ മൗദൂഇന്റെ തസവ്വുറും മഹ്മൂലിന്റെ തസവ്വുറും നിസ്ബത്ത് ഹുക്മിയത്തിന്റെ തസവ്വുറും ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു ഹാലത്ത് ഇൻഫിയാലിയത്താണ് ഹുക്മ് എന്നൊരു കൂട്ടർ പറയുന്നു. വേറെ കൂട്ടർ പറഞ്ഞ അതല്ല, മറിച്ച് മൗദൂഇന്റെ തസവ്വുർ, മഹ്മൂലിന്റെ തസവ്വുർ, നിസ്ബത്ത് ഖബരിയത്തിന്റെ തസവ്വുറിന്റെ പുറമെ ഈഖാവ് കൊണ്ടോ ഇന്തിഫാവ് കൊണ്ടോ ചെയ്യുന്ന ഹുക്മ് എന്ന് പറയുന്നത് ഫീലാണ്, ഇൻഫിയാലല്ല. ആദ്യം പറഞ്ഞതനുസരിച്ച് ഇൻഫിയാലിന്റെ മക്കൂലയിൽപ്പെട്ടതാണ്. രണ്ടാമത് പറഞ്ഞതനുസരിച്ച് ഫായിലിന്റെ മക്കൂലയിൽപ്പെട്ടത്. അതും പറയുന്നുണ്ട്. എന്താണ് ലിഅന്നൽ ഹുക്മ, ഹുക്മ് എന്നാൽ എന്താണ്? ഇൻഫിയാലാണെന്നുള്ള അഭിപ്രായം മുമ്പ് തർജീഹ് ചെയ്യുന്നത്. ഇമ്മ ഇദ്റാഖു വുഖൂഇൻ നിസ്ബത്തി ഔ ലാ വുഖൂഅഹ. ഈ നിസ്ബയാവുന്ന നിസ്ബത്ത് ഖബരിയ, അതിന്റെ വുഖൂഇനെ ഇദ്റാഖ് ചെയ്യുക അല്ലെങ്കിൽ ലാ വുഖൂഇനെ ഇദ്റാഖ് ചെയ്യുക. ഫയകൂനു, അങ്ങനെ ഇദ്റാഖ് എന്ന അർത്ഥത്തിലാണെങ്കിൽ കൈഫിയത്തൻ, അപ്പൊ ഫയകൂനു കൈഫിയത്തൻ വസിഫത്തൻ ലിനഫ്സി, നഫ്സിനാത്തിഖ എന്ന് പറയുന്നതിന്റെ ഒരു കൈഫിയത്താണ് അഥവാ സിഫത്താണ്, അറളാണ്, ഫീലല്ല എന്നർത്ഥം. അങ്ങനെയാണ് കമാഹു തഹഖീഖു എന്നാ മൂപ്പര് പറയുന്നത്. മന്തിഖിൽ രണ്ട് മദ്ഹബ് ഉണ്ട്, അതിൽ തഹഖീഖ് അതാണ് എന്നാണ് മൂപ്പര് അഭിപ്രായം. പക്ഷെ കൂടുതൽ മശൂർ അതല്ല, അത് ഫായിലിന്റെ ഒപ്പപ്പെട്ടതാണ്, ഇൻഫാലിന്റെ ഒപ്പപ്പെട്ടതല്ല. അതാ രണ്ടാമത്തെ കൗല് പറയുന്നത്. ഇത് ഈ നിസ്ബന്റെ ഈഖാ എന്ന് പറയുന്ന ഫായിലാണ്, ഇന്തിസാ എന്ന് പറയുന്ന ഫായിലാണ്, മറ്റേ ഇൻഫിയാലാണ്. വായ്യമ്മാക്കാന രണ്ടർത്ഥം വെച്ചാലും ഇത് കൈഫിയത്ത്, നഫ്സിന്റെ കൈഫിയത്തും സിഫ്തുമാണ് എന്നുള്ള ഇദ്റാഖ് വുഖൂഉൻ നിസ്ബ ഔ ഇദ്റാഖു ലാ വുഖൂഉൻ നിസ്ബ എന്ന് പറഞ്ഞ മാന വെച്ചാലും, അല്ല ഈ നിസ്ബന്റെ ഈഖാ, നിസ്ബന്റെ ഇന്തിസായി എന്ന് പറയുന്ന ഫായിലിന്റെ പെട്ടതാണെന്ന് വെച്ചാലും, ഫായിലാണെന്ന് വെച്ചാലും ഇൻഫിയാലാണെന്ന് വെച്ചാലും, ഈ അർത്ഥം വെച്ചാൽ നഫ്സിന്റെ ഫീലാണ്, സിഫ്തല്ല. മന്തിഖിന്റെ ചർച്ചകളാ. വായ്യമ്മാക്കാന ബസീത്തുൻ, ഹുക്മ് എന്നത് ബസീത്താണ്. നേരത്തെ പറഞ്ഞേക്ക് നഫ്സിന്റെ കൈഫിയത്ത് സിഫ്താണെന്ന് വന്നാലും, അല്ല നഫ്സിന്റെ അഫ്ആലിൽപ്പെട്ടതാണെന്ന് പറഞ്ഞ രണ്ടാമത്തെ അർത്ഥം വെച്ചാലും, രണ്ടായാലും അത് ബസീത്തായിട്ട് വരും. ഫലായക്കൂനു മുറക്കബൻ. അങ്ങനെ വരുമ്പോൾ ഈ ഹുക്കുമ് എന്നത് മുറക്കബല്ലല്ലോ, ബസീത്തല്ലേ. അങ്ങനെ ബസീത്ത അല്ല, ബസീത്തയാണ്, മുറക്കബല്ല എന്ന് പറയുമ്പോൾ ഹത്തായക്കൂന മിനൽ അവ്വലി. അങ്ങനെ മുറക്കബല്ല
വസീത്താണ് എന്ന് പറഞ്ഞാൽ ഹുക്കുമ അക്കലി എന്ന് പറഞ്ഞ പെട്ടതാണ്. അത് ഏതായാലും ഹുക്കുമ അക്കലി എന്നത് ബസീത്താണോ മുറക്കബാണോ? വലൈസത് ഹാദിഹി ജുസ്ഇയാത്തിഹി. ഈ പറയുന്ന ഹുക്കുമ അക്കലി എന്നതിന്റെ ജുസ്ഇയാത്ത് അല്ല വാജിബ്, മുസ്തഹീല്, ജായിസ് എന്നത്. അങ്ങനെയാണെങ്കിലല്ലേ എത്തായക്കോനവിന് സാനി ഈ ഫയലിന്റെ ഇനത്തിൽപ്പെടുക. ആദ്യം പറഞ്ഞ് ഇൻഫാലിന്റെ അഥവാ വസ്ഫൻ കൈഫിയത്തും സിഫത്തുൻ ലിനഫ്സി എന്ന അർത്ഥപ്രകാരം മന്തിഖുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണ്. പക്ഷെ നമ്മൾ അതാണ് ഈ ഇൽമുൽ കലാമിന്റെ നഹ്വ് സർഫിന്റെ സ്ഥാനത്താണ് മന്തിഖ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ കഴിയൂല. മന്തിഖ് ഇല്ലാതെ ഇൽമുൽ കലാം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കൂല. കുൽത്തു ഇങ്ങനെ ഒരു ഇഷ്കാല് പറഞ്ഞു. പക്ഷേ അത് തഹഖീഖിന്റെ ഹല്ല് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം. ജുസ് കുല്ലിനെ ജുസ്ഇലേക്ക് തഖ്സീം ചെയ്തതിൽ പെട്ടതുമല്ല, കുല്ലിയിനെ ജുസ്ഇയിലേക്ക് തഖ്സീം ചെയ്തതിൽ പെട്ടതും അല്ല. അതാണ് തഹഖീഖ്. എന്നാൽ ഇവിടെ ഒരു മുസാമഹത്തിന്റെ ഇബാറത്താണ്. ഖുൽതു ഇന്ന ഫീ ഇബാറത്തിഹിം, ഇവിടെ മുതകല്ലിമീങ്ങളായ അയിമ്മത്തിന്റെ ഇബാറത്തിലുണ്ട് ഹാദിഹി, ഏത് ഈ അഖ്സാമു ഹുക്കുമുൽ അഖലാവുന്നത് ഹിയൽ വുജൂബു സുമ്മൽ ഇസ്തിഹാലത്തു സുമ്മൽ ജവാസു എന്ന അർത്ഥത്തിലുള്ള ഈ ഇബാറത്തിന്റെ അർത്ഥം മുസാമഹത്തുൻ. അതൊരു തഹഖീഖിന്റെ ഇബാറത്തല്ല, ഒരു മുസാമഹത്തിന്റെ ഇബാറത്താണ്. അതായത് വൽ മുറാദു, ഇവിടെ ഉദ്ദേശം എന്നെ കുല്ലമാ ഹകമ ബിഹിൽ അഖലു, ഒരു മനുഷ്യന്റെ അഖല് ഹുക്കുമ ചെയ്യുന്ന എന്തും എന്താണ് ഈ കാരണം ഹുക്കുമ ചെയ്യുന്നത്? മിൻ ഇസ്ബാത്തിൻ, ചിലപ്പം ഒരു വസ്തുവിനെ സുബൂത്താക്കി ഇക്കാരം, ഔ നഫീൻ, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ തൊട്ടൊരു വസ്തുവിനെ നഫി ചെയ്യിക്കാരം. ഇങ്ങനെയുള്ള ഇസ്ബാത്ത് ആയാലും നഫി ആയാലും അഖൽ ഹുക്കുമ ചെയ്യുന്ന ഒന്ന് ഹുക്കുമ ചെയ്യുന്ന വസ്തു ഒന്നിരിക്കൽ വാജിബായിരിക്കും, അല്ലെങ്കിൽ മുസ്തഹീലായിരിക്കും, അല്ലെങ്കിൽ ജായിസായിരിക്കും എന്നാണ്. അങ്ങനെ വന്നപ്പോ ഫലമാക്കാന ഈ ഹുക്കുമായപ്പോ വാജിബ് എന്നോ മുസ്തഹീല് എന്നോ ജായിസ് എന്നോ മൂന്നാലൊരു വസ്തുകൊണ്ട് മുത്തസിഫായിരിക്കാൻ നിവൃത്തിയില്ല എന്നപ്പോൾ ജാലുഹ, ഈ പറയുന്ന വാജിബ്, മുസ്തഹീല്, ജായിസ് എന്നതിനെ ഈ മുത്തകല്ലിമീങ്ങളായ ഇമാമുകളാക്കി അഖ്സാമൻ ലഹു, ഈ ഹുക്കുമ അക്കലിന്റെ കിസ്മുകൾ പോലെയാക്കി തജവുസൻ. ഹഖീഖിയായ കിസ്മല്ലെങ്കിലും മജാസിയായിട്ട് നോക്കുമ്പോൾ കിസ്മിന്റെ സ്ഥാനത്താണ്. അല്ല ഞാൻ തഖ്സീം ചെയ്യണ്ടേ? അത് രണ്ടാലൊന്നല്ലേ വരില്ല. ഒന്ന് കുല്ലിനെ ജുസ്ഇലേക്ക് തഖ്സീം ചെയ്യുന്ന തഖ്സീം, അല്ലെങ്കിൽ കുല്ലീനെ ജുസ്ഇയിലേക്ക് തഖ്സീം ചെയ്യുന്ന തഖ്സീം. രണ്ടും അല്ല, ഇവിടെ മജാസി ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഹുക്കുമ അക്കലി ഈ മൂന്ന് പുറത്തുമില്ല, മൂന്നാലൊന്നായിരിക്കും. അപ്പൊ പിന്നെ ജുസിന്റെ സ്ഥാനത്താക്കി, കുല്ല് ജുസിന്റെ സ്ഥാനത്ത് വെച്ചു. ഈ പറഞ്ഞ കാര്യം ഇങ്ങനെ മൂന്നിൽ മുൻഹസറാണ് അഖ്സാമുൽ അഖ്ല് എന്ന കാര്യം നീ നന്നായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ അഖലിയായ വുജൂബ്, അഖലിയായ മുസ്തഹീല്, അഖലിയായ ജവാസ് എന്നതിനെ യഥാവിധി വേണ്ടതുപോലെ നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അങ്ങനെ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഈ പറയുന്ന മൂന്ന് കിസ്മുകളെ യഥാവിധി മനസ്സിലാക്കുന്നതാണ് മദാറുൽ ഈമാനി ബില്ലാഹി തആല, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാനം. കാരണം അള്ളാഹുവിന് വാജിബായ 20 സിഫത്തുകൾ, അള്ളാഹുവിന് മുസ്തഹീലായ 20 സിഫത്തുകൾ, അള്ളാഹുവിന് ജായിസായ ഒരു സിഫത്ത്. അത് പറയണമെങ്കിൽ ആദ്യം വാജിബ് എന്താണ്, മുസ്തഹീൽ എന്താണ്, ജായിസ് എന്താണ് കിട്ടണ്ടേ? ഈ മൂന്നും മനസ്സിലാക്കാതെ അള്ളാഹിന്റെ സിഫത്ത് മനസ്സിലാക്കിയിട്ട് ഉണ്ടാവുന്നതല്ല. അപ്പൊ അഖീദന്റെ അടിത്തറയാണ്. അതുപോലെ തന്നെ അംബിയ മുർസലുകളും വബിറുസ്ലിഹി, കാരണം അംബിയ മുർസലുകൾക്ക് വുജൂബാവുന്ന സിഫത്ത്, അംബിയ മുർസലുകൾക്ക് മുസ്തഹീലാവുന്ന സിഫത്ത്, അംബിയ മുർസലുകൾക്ക് ജായിസാവുന്ന സിഫത്ത്. അവിടെ വാജിബ്, മുസ്തഹീൽ, ജായിസിന്റെ അർത്ഥം കിട്ടണ്ടല്ലോ. ഞാൻ അംബിയാക്കളിൽ എങ്ങനെ വിശ്വസിക്കാം? അപ്പൊ അഖീദന്റെ അടിത്തറയാണ് അഖ്സാമുൽ ഹുക്കുമുൽ അഖ്ലിന്റെ അഖ്സാമിനെ മനസ്സിലാക്കുക, അതിന്റെ മാനെ വേണ്ടതുപോലെ മനസ്സിലാക്കുക. അങ്ങനെ ചെയ്താൽ വേണ്ടതുപോലെ ഹഖ മഅരിഫത്ത് ഈ മൂന്നിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മുനഹ്ത നിനക്ക് നൽകപ്പെടും. നൽകപ്പെടും എന്ന് പറഞ്ഞാൽ മജ്ഹൂല, ആരാ തരുന്നത്? ഇഷ്കാലൊന്നുമില്ല. അറിയപ്പെട്ടത് കൊണ്ട് ചിലപ്പം ഫാലിനെ അറിയപ്പെടാഞ്ഞാ കളയും, ചിലപ്പം മഅറൂഫും മഷ്ഹൂറുമായിട്ട് അറിയപ്പെട്ട് കഴിഞ്ഞാലും കളയും. ഇവിടെ പെട്ടതാ, എല്ലാവർക്കും അറിയാം. ശരി, എല്ലാത്തിൻ്റെയും ഖാലിഖും മാലിക്കും അള്ളയാണ്. അപ്പോ ദാനം ചെയ്യുന്നവൻ അള്ളാഹു മാത്രമാണ്. അറിയുന്നതുകൊണ്ട് പിന്നെ മുനിഹിത്ത എന്ന് പറഞ്ഞു. അർത്ഥം
ഐ അത്താഖ് അല്ലാഹു തആല ഫായിൽ അറിയാഞ്ഞിട്ടല്ല, ഫായിൽ കൂടുതൽ അറിയപ്പെട്ടത് കൊണ്ട് പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് കളഞ്ഞതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകും. എന്തിനെ നൽകും? ലദ്ദത്തുൽ അഫ്ഹാമി. ലദ്ദത്ത് ആണ് ഹലാവത്ത്, മധുരം, രസം, രുചി. എന്തിന്റെ രസം, മധുരം? അൽ അഫ്ഹാം ബിഫതഹിൽ ഹംസത്തി ജമു ഫഹ്മിൻ എന്ന് പറഞ്ഞാൽ ഓലിദ്റാഖ്. ആകെ പറഞ്ഞാൽ ഇൽമ്, മാരിഫത്ത്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ്, മാരിഫത്ത്. ആ മാരിഫത്തിന്റെ ലദ്ദത്ത് നിനക്ക് തിരിയണമെങ്കിൽ അള്ളാഹുവിന് വാജിബായ സ്വത്തുകള്, മുസ്തഹീലായ സ്വത്തുകൾ, ജായിസായ സ്വത്ത്. അപ്പൊ വാജിബ് എന്താണ്, മുസ്തഹീൽ എന്താണ്, ജായിസ് എന്താണ്? അമ്പിയാക്കൾക്ക് വാജിബായ സ്വത്തുകൾ, ജായിസായ സ്വത്തുകൾ, മുസ്തഹീലായ. അപ്പൊ അമ്പിയാക്കൾക്ക് വാജിബ് എന്ന് പറഞ്ഞാൽ എന്താണ്, മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ജായിസ് എന്നത്. അത് ശരിക്കും മനസ്സിലായി കഴിയുമ്പോഴാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള മാരിഫത്തിന്റെ ലദ്ദത്ത് അനുഭവപ്പെടുന്നത്, അമ്പിയാ മുർസലുകളെ സംബന്ധിച്ചുള്ള മാരിഫത്തിന്റെ ലദ്ദത്ത് അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാവുന്നു. ഫൈനമൻ മാരിഫത്തിന്റെയും ഇൽമിന്റെയും മധുരം ഒരാൾക്ക് നൽകപ്പെട്ടു കഴിഞ്ഞാൽ ഫഖദ് ഉഅ്തിയ ഖൈറൈ ദുനിയ വൽ ആഖിറ, ദുനിയാവിലെ ഖൈറും ആഖിറത്തിലെ ഖൈറും അവന് നൽകപ്പെട്ടു. അതാണ് യൂത്തിൽ ഹിക്മത മൻ യശാ വമൻ യൂത്തിൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. നാഫിയ ഇൽമ് ഒരാൾക്ക് അല്ലാഹു തആല നാഫിയ ഇൽമ് നൽകി കഴിഞ്ഞാൽ അവന് ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ധാരാളം മഹത്തായ ഖൈർ നൽകപ്പെട്ടവനായി. അപ്പൊ അത് വേണ്ടതുപോലെ മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇതുവരെ പറഞ്ഞത് ഇതിന്റെ നമ്മളെ മുഖദ്ദിമയാണ് കേട്ടോ, വിഷയത്തിലേക്ക് കടന്നതല്ല, മുഖദ്ദിമയാണ്. ഇനിയാണ് വിഷയത്തിലേക്ക് കടക്കാൻ പോകുന്നത്. 4 തരത്തിലാണ് അഖീദന്റെ വിഷയം വരിക. അതിൽ ഒന്നാമത്തെ ഭാഗം ഇലാഹിയാത്ത് എന്ന് പറയും. അള്ളാഹുവിന്റെ സൃഷ്ടിയും മറ്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇലാഹിയാത്ത് പറയും. രണ്ടാമത്തത് നുബുവാത്ത് എന്നാ പറയും. നുബുവാത്ത് പറഞ്ഞാൽ അമ്പിയാ മുർസലുകളുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യൻ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ, അതിനെപ്പറ്റിയുള്ള ചർച്ചയാണ് നുബുവാത്ത്. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നീട് സമയ്യാത്ത് എന്ന് പറയും. അഖീദന്റെ മൂന്നാമത്തെ ഭാഗമാണ് സമയ്യാത്ത്, അഥവാ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അറിയപ്പെട്ട് സ്ഥിരപ്പെട്ട അഖീദ സംബന്ധമായ മരണാനന്തര ജീവിതം, ഖബർ ജീവിതം, മഹ്ശറ, പരലോകം, ഹിസാബ്, മീസാന്, സിറാത്ത് പാലം, നരകം, സ്വർഗം തുടങ്ങിയ വൈബിയായ കാര്യങ്ങൾ. ഇതൊന്നും അക്കല് കൊണ്ട് സ്വന്തം ഇദ്റാഖ് ചെയ്യാൻ കഴിയൂല. അത് സമ്മ കൊണ്ടിട്ട്, അഥവാ ഒന്നിരിക്കൽ ഖുർആൻ വേണം, അതല്ലെങ്കിൽ ഹദീസ് വേണം, അല്ലെങ്കിൽ ഇജ്മാ വേണം. അതാണ് സമ്മയ്യാത്ത് എന്ന് പറയുന്നത്. നാലാമത്തേത് മുത്തമ്മിമാത്തായിട്ട് അൽ അഖ്ലാഖു വത്തസൗഫ്. അൽ അഖ്ലാഖു വത്തസൗഫ്. അപ്പൊ തസൗഫ് അവസാനം പറയുന്നുണ്ട്, സൽ സ്വഭാവങ്ങളാവുന്ന തസൗഫ്. പിന്നെ തസൗഫ കുല്ലഹു ലഹു അത് പറഞ്ഞില്ലേ, അത് അഖീദന്റെ മുത്തമ്മിമ. അതുകൂടി പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ഉൾക്കൊള്ളുമ്പോഴാണ് അഖീദ പൂർണ്ണമാവുന്നത്. ഇൻഷാ അല്ലാഹ് അത് വേറെ തന്നെ 4 ഖിസ്മുകളായിട്ട് ഇൻഷാ അല്ലാഹ് തിരിച്ച് മുസന്നിഫ് തങ്ങൾ വിശദീകരിക്കും. വേണ്ടതുപോലെ മനസ്സിലാക്കി ഗ്രഹിച്ച് ഉൾക്കൊള്ളാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.